ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഫോം ഷീറ്റില്ലേ അതുമായിട്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ കുറച്ച് കട്ട് പീസസും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നൈറ്റിയൊക്കെ ഓൾട്ടർ ചെയ്തപ്പോൾ ബാക്കി വന്ന തുണിയിൽ നിന്ന് ആണ് ഈ പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഇന്ന് ഒരു തുണിയും വേസ്റ്റ് അല്ല, വേസ്റ്റിൽ നിന്ന് നമുക്ക് മാണിക്യം വരെ ഉണ്ടാക്കിയെടുക്കാം. മാണിക്യമല്ല, ഒരു കുഞ്ഞു ബാഗ് ഉണ്ടാക്കിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഈ ബാഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഞാൻ എന്താ 3 ഇഞ്ച് നീളവും വീതിയുള്ള സ്ക്വയർ ആയിട്ടാണ് തുണിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് നമുക്കിതാ ഇതുപോലെ നല്ല വശം ചേർത്തിട്ട് ആദ്യം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ ഒരു വരിയിൽ ഇതുപോലെ കളേഴ്സ് ഇടകലർന്ന് വരുന്ന രീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ 2 കളേഴ്സ് മാത്രമായിട്ട് ചെയ്തേ ഉള്ളൂ. ഒരു ലൈനിൽ 5 പീസാണ് വരുന്നത്. 5 പീസ് ഫുള്ള് വേണ്ട, ഞാൻ പിന്നെ അങ്ങനെ ചെയ്ത് വെച്ചതാണ്. പ്രത്യേകിച്ചൊരു ഐഡിയ ഇല്ലാണ്ട് ചെയ്തതാണ്. അതുകൊണ്ട് ആദ്യത്തേതിനകത്ത് ഞാൻ 5 പീസ് വെച്ചിട്ടാണ് ചെയ്തത്. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ 2 വരികളിലായിട്ട് ചെയ്തത് ഇതുപോലെ നല്ല വശം വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് 2 പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോം ഷീറ്റ് എടുക്കാം. ഇനി നമുക്കിത് ഈ ഫോം ഷീറ്റിലേക്ക് വെച്ച് ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്തെടുക്കുമ്പോൾ എന്തെങ്കിലും പാറ്റേൺസ്, അതായത് ഇങ്ങനെ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത അടിവിലൂടെ ഒന്ന് പ്രസ്റ്റിച്ചൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ ഒരു ഭാഗത്ത് അങ്ങനെ ചെയ്തു. അപ്പം ഞാൻ ബ്ലാക്ക് നൂലെടുത്തുകൊണ്ട് വലിയ ഭംഗി തോന്നാത്തതുകൊണ്ട് മറ്റേ ഭാഗം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതിന് ശേഷം ആ ഫോം ഷീറ്റിൻ്റെ മുകളിലായിട്ട് ലൈനിങ്ങും കൂടി വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 13 ഇഞ്ചും ലെങ്ത്ത് വന്നിരിക്കുന്നത് 8.5 ഇഞ്ചുമാണ്. എൻ്റേത് ഫോം ഷീറ്റ് ലെങ്ത്ത് കുറവായതുകൊണ്ട് 12.5 മാത്രമേ എനിക്ക് കിട്ടുന്നുണ്ടായിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ ഇത് നടുവിലൂടെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഓപ്പൺ വരുന്ന ഭാഗത്ത് നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതേപോലെ മുകളിൽ നിന്ന് താഴേക്കും 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഈ താഴെ ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ പോയിന്റ് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ചെരിച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി താഴത്തെ നിന്ന് 1 ഇഞ്ചും സൈഡിലേക്ക് 1 ഇഞ്ചും ഇങ്ങനെ മാർക്ക് ചെയ്ത് ഒന്ന് കർവ് ചെയ്തും കൂടി കൊടുക്കാം. ഇനി നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ 2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ നേരെ വരച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ മറ്റേ പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് സിപ്പർ പോക്കറ്റ് വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ലൈനിങ്ങിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വന്നിരിക്കുന്നത് 9 ഇഞ്ചും ലെങ്ത്ത് വന്നിരിക്കുന്നത് 12.5 ഇഞ്ചുമാണ്. ഇനി നമുക്ക് ഈ ബോഡി പാർട്ടിൻ്റെ നല്ല വശം എടുത്തിട്ട് 2.5 ഇഞ്ച് മുകളിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് നമുക്ക് സിബ് വെച്ച് കൊടുക്കാനുള്ളത്. അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ പോക്കറ്റ് വെക്കാനെടുത്ത ആ ഒരു തുണീൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഈ സ്ട്രെയിറ്റ് ആയിട്ട് വരക്കുന്നതെന്ന് വെച്ചാൽ 7 ഇഞ്ച് നീളത്തിലാണ് വരക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ഒരു 1/2 ഇഞ്ചിൻ്റെ ചെറിയൊരു ബോക്സ് ആക്കിയിട്ട് ഇതിനെ വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നമ്മൾ ബോഡി പാർട്ടിൽ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിന് കണക്കാക്കി വെച്ചിട്ട് നമ്മളിപ്പം വരച്ച ആ ബോക്സിന് ചുറ്റും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ പിടിച്ചിട്ട് നടുവിലൂടെ നമുക്കൊന്ന് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. കോർണറിലെത്തുമ്പോൾ 2 സൈഡിലേക്കും ഒരു വി ഷേപ്പ് പോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ലൈനിങ്ങിൻ്റെ തുണി ഉള്ളിലേക്ക് നന്നായിട്ട് കാണാത്ത രീതിക്ക് ഉള്ളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഒന്നിവിടെ പ്രസ് സ്റ്റിച്ച് കൊടുക്കാം.
ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലെ സിബ്ബ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ ദാ ഇവിടെ നോർമലായിട്ടുള്ള സിബ്ബാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതുപോലെ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് വെച്ചിട്ട് ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇവിടെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് ഈ ഒരു പോക്കറ്റ് ഇതാ ഇതുപോലെ മുകളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ 3 ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ ആ പോക്കറ്റ് അവിടെ തന്നെ പതിച്ചടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇതാ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് പിടിച്ചിട്ട് അടിച്ചു കൊടുക്കാം. ആ മുകൾ ഭാഗം ഒന്ന് മടക്കിയതിന് ശേഷം അവിടെ പതിച്ചിട്ട് അടിച്ചു കൊടുക്കുന്നതായിരുന്നു നല്ലത്. ഞാൻ അങ്ങനെ ചെയ്യാൻ വിട്ടുപോയതാണ്. അങ്ങനെ പോക്കറ്റ് റെഡിയായി. ഇനി നമുക്ക് ഒരു സിബും കൂടി എടുത്തിട്ട് ഇതുപോലെ സിബിൻ്റെ നല്ല വശം ഇതുപോലെ താഴേക്കാക്കി വരുന്ന രീതിക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ പൗച്ചിനൊക്കെ സിബ് വെച്ച് കൊടുത്ത പോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്യാം. ആ പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ചൊന്ന് കയറ്റി വെച്ചിട്ട് ആ സിബിൻ്റെ കുറച്ചൊരു ഭാഗം കവറാവുന്ന രീതിക്കൊന്ന് വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ആ സിബിൻ്റെ താഴത്തെ ആ ഭാഗത്തും കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമേ. ഞാനത് ചെയ്ത് കൊടുത്തിട്ടില്ല. ബാഗിൻ്റെ ഫൈനൽ ലുക്ക് വന്നപ്പോഴാണ് ഞാൻ ഈ കാര്യമൊക്കെ ഓർത്തത്. അതാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. ഇനി മറ്റേ ഭാഗം എടുത്ത് ഈ സിബ് ഇതുപോലെ തിരിച്ചിട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ ആ 2 എൻഡും കറക്റ്റ് വരുന്ന രീതിക്ക് തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പതിച്ചെടുക്കാം. എന്നിട്ട് ഈ സിബ് ഒന്ന് മുകളിലേക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ബാക്കി വരുന്ന സിബ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ആ സിബിൻ്റെ ഭാഗത്ത് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. അഥവാ നമ്മുടെ സിബ് അങ്ങനെ ഓപ്പൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സിബ് ഊരിപ്പോകും. അത് തടയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ എന്താ ഇവിടെ ഒരു സ്ട്രാപ്പ് എടുത്തിട്ടുണ്ട്. ഈ സ്ട്രാപ്പ് ഇതുപോലത്തെ വാങ്ങാൻ കിട്ടുന്നതാണ്. 3/4 ഇഞ്ചാണ് വീതി വരുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 44 ഇഞ്ചാണ്. നിങ്ങൾ കുറച്ച് ലെങ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 45ഓ 46ഓ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഇത് ഞാൻ അഡ്ജസ്റ്റബിൾ ആയിട്ടല്ല വെക്കുന്നത്. ഈ ബാഗ് ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള സ്ട്രാപ്പിൻ്റെ ലെങ്ത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതാ സ്ട്രാപ്പ് ഇതുപോലെ ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്താൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി ഈ സ്ട്രാപ്പ് ജസ്റ്റ് ഒന്ന് കട്ടിയിട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുടുങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒരു പീസും കൂടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വന്നിരിക്കുന്നത് 3 ഇഞ്ചാണ്. ലെങ്ത്ത് 19.5 ഇഞ്ച്. വീതി കുറച്ചും കൂടി ആവശ്യമുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം എവിടെയാണ് വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 19.5 ഇഞ്ചാണ്. ഈ പീസ് നമ്മളിതാ സിബ് വെച്ച് കൊടുത്ത ആ ഒരു ഭാഗത്താണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒരു വിഡ്ത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പീസിൻ്റെ വിഡ്ത്തും വേണ്ടിയിരുന്നത്. അപ്പോൾ എനിക്ക് തുണി എത്താത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള ആ ഒരു തുണിക്കനുസരിച്ചിട്ടുള്ള വിഡ്ത്ത് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ബാഗിൻ്റെ ഭാഗത്തുള്ള ആ എക്സ്ട്രാ വന്നിട്ടുള്ള തുണി ഞാനത് കട്ട് ചെയ്ത് കളയുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം ഈ ഒരു പീസിൻ്റെ ആ ഒരു വീതിക്ക് തന്നെ നമ്മളിപ്പോൾ എടുക്കുന്ന ഈ ഒരു പീസ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതിന് ശേഷം ഈ പീസ് ഇതുപോലെ 2 വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ സൈഡിൽ എക്സ്ട്രാ വന്ന പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് ഉള്ളത്. ഇനി നമുക്കിതിനെ സൈഡുമായിട്ട് ജോയിൻ ചെയ്തെടുക്കുക. അതിനായിട്ട് ഈ ഒരു കോർണർ ഇതുപോലെ പിടിച്ചതിന് ശേഷം ബാക്കി നമ്മുടെ ആ പീസ് ഇതുപോലെ ആ കർവ് വരുന്ന ഭാഗത്തൊക്കെ കൃത്യമായിട്ട് പിടിച്ചിട്ട് ഒന്ന് 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇപ്പുറത്തെ ഭാഗവും അതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു ചെറിയ ക്രോസ് പീസ് വെച്ചിട്ട് ഈ ഭാഗമൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിനൊന്നും നിൽക്കുന്നില്ല. എന്തായാലും എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ.
കൂടുതൽ മെനക്കെടാൻ മടിച്ചിട്ടാണ്. ഇനി നമുക്ക് ഈ സിബ് ദാ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഭാഗം ഒന്ന് ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് കോർണറൊക്കെ ശരിയാക്കി കൊടുത്താൽ നമ്മുടെ ബാഗ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേസ്റ്റാന്ന് പറഞ്ഞ് കളഞ്ഞ കഷ്ണം തുണിയിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു ബാഗാക്കി എടുത്തിട്ടുള്ളത്. ആകെ നമ്മൾ ഇതിൽ കൂട്ടിയത് ആ ഒരു ലൈനിങ് ആണ്, ബാക്കിയൊക്കെ പീസസ് ജോയിൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പം ഇപ്പോൾ മനസ്സിലായില്ലേ, ഓരോ കട്ട് പീസിന്ന് പോലും നമുക്ക് ഉപയോഗപ്രദമായ പല കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇനി ഇതുപോലുള്ള ഓരോ പരീക്ഷണങ്ങളായിട്ട് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ട്, യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.